ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മുകുന്ദാണെങ്കിൽ കുഞ്ഞിനെ വെയിറ്റ് ചെയ്ത് വല്ലാത്തൊരു ടെൻഷനിലാണ്. ഈ സമയം അങ്കിത മുകുന്ദനോട് പറയുന്നുണ്ട്, മുകുന്ദ് ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, കുഞ്ഞുമായിട്ട് വരുന്നത് 2 സ്ത്രീകളാണ്. അപ്പോൾ അവർക്കും ഒരുങ്ങണ്ടേ, കുഞ്ഞിനെയും ഒരുക്കണ്ടേ, എന്നാലും ആ ചന്ദ്രമോഹൻ എന്താ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ എന്നിങ്ങനെ മുകുന്ദൻ അങ്കിതയോട് പറയുന്നുണ്ട്. വെയിറ്റ് ചെയ്യും, ഇപ്പം തന്നെ കുഞ്ഞിങ്ങോട്ട് എത്തും. അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രമോഹൻ കാറുമായിട്ട് അങ്ങോട്ട് വരുന്നത്. മുകുന്ദനാണെങ്കിൽ ആവേശം കയറുന്നു. അങ്ങനെ ചന്ദ്രമോഹൻ കാറ് നിർത്തുകയാണ്. എന്നിട്ട് മീനാക്ഷിയോട് പറയുന്നുണ്ട്, ഞാൻ ഇപ്പം വരാം, കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കണമോ അതോ ഇങ്ങോട്ട് വരണമോ എന്ന് ചോദിച്ചിട്ട് വരാം. അതെന്താ കുഞ്ഞിനെ ഇങ്ങോട്ട് വന്ന് കണ്ടുകൂടെ എന്നിങ്ങനെ മഞ്ജിമ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പം വരാം എന്ന് പറഞ്ഞ് വേഗം തന്നെ മുകുന്ദൻ്റെ അടുത്തേക്ക് ചന്ദ്രമോഹൻ പോവുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കുഞ്ഞുമായിട്ട് വന്നിട്ടുണ്ട്, എന്താ സാറേ ചെയ്യേണ്ടത്, ഇങ്ങോട്ട് കൊണ്ടുവരണോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, മീനാക്ഷി വരണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ മീനാക്ഷിയുടെ അനിയത്തിയാണ് കൂടെ വന്നിരിക്കുന്നത്, അവളുമായിട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചന്ദ്രമോഹൻ അത് കേട്ടുകൊണ്ട് തിരിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് മീനാക്ഷിയോട് പറയുന്നുണ്ട്, കുഞ്ഞുമായിട്ട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്, മീനാക്ഷി വരണ്ട, മഞ്ജിമ വന്നാൽ മതിയെന്ന്. ഇതെന്ത് ന്യായമാ, അവർക്ക് ഇങ്ങോട്ട് വന്ന് കുഞ്ഞിനെ കണ്ടോടെ എന്ന് മഞ്ജിമ ചൂടാകുമ്പോൾ, പറയുന്നത് കേൾക്ക്, അങ്ങോട്ട് കൊണ്ടുപോയി കാണിക്കാനാണ് ഓർഡർ, മാത്രമല്ല ഇങ്ങോട്ട് വരാത്തത് നല്ലത്, മീനാക്ഷിയും അവരും തമ്മിൽ കാണരുതെന്നിങ്ങനെ പറയണം. എന്തായാലും മഞ്ജിമയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് കുഞ്ഞിനെ വാങ്ങിക്കാൻ നിൽക്കുമ്പോൾ മീനാക്ഷിക്കാണെങ്കിൽ കുഞ്ഞിനെ വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സില്ല. അവളാണെങ്കിൽ കുഞ്ഞിനെ അടക്കി പിടിക്കുകയാണ്. എന്നിട്ട് മഞ്ജിമ പതുക്കെ വാങ്ങിയെടുക്കുന്നുണ്ട്. അങ്ങനെ കുഞ്ഞുമായിട്ട് നടക്കുന്ന സമയത്ത് മഞ്ജിമയോട് ചന്ദ്രമോഹൻ ചോദിക്കുകയാണ്, അതെ കുഞ്ഞിനെ ഞാൻ എടുക്കണോ, മഞ്ജിമയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എടുക്കാനൊക്കെ അറിയില്ലെന്ന് ചോദിക്കുമ്പോൾ, സ്ത്രീകളെ കുഞ്ഞിനെ എടുക്കാൻ പഠിപ്പിക്കേണ്ട, അതൊക്കെ ഞങ്ങൾക്ക് ജന്മന ഉള്ള കഴിവാണെന്ന് പറയുന്നു. അങ്ങനെ കുഞ്ഞിനെ എടുത്തിട്ട് മഞ്ജിമ വരുന്നത് കാണുമ്പോൾ തന്നെ മുകുന്ദനും അങ്കിതയ്ക്കും ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് അങ്കിതയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ മഞ്ജിമ കൊടുക്കുകയാണ്. അവരാണെങ്കിൽ കുഞ്ഞിനെ വേണ്ടുവോളം കുഞ്ചിക്കുന്നുണ്ട്. അതിനിടയിൽ അങ്കിതയാവട്ടെ കുഞ്ഞിനുള്ള കൊലുസ് വാങ്ങിയിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ട് ചന്ദ്രമോഹനും മഞ്ജിമയ്ക്കും ഒത്തിരി സന്തോഷമാവുകയാണ്. മഞ്ജിമയാണെങ്കിൽ അവരാ കുഞ്ഞിനെ കൊഞ്ചുന്നത് നോക്കി അങ്ങനെ നിൽക്കുന്നു. പിന്നീട് മുകുന്ദൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. മുകുന്ദാണെങ്കിൽ കുഞ്ഞിനെ ഉമ്മ വയ്ക്കുന്നുണ്ട്. അവസാനം എല്ലാത്തിനും ശേഷം കുഞ്ഞിനെയും വാങ്ങി മഞ്ജിമയും ചന്ദ്രമോഹനും പോവുകയാണ്. ഈ സമയം മുകുന്ദനാണെങ്കിൽ വല്ലാത്ത സങ്കടമാണ്. അയാൾ ഡോറ് തുറന്ന് കുഞ്ഞിനെ അങ്ങനെ നോക്കി നിൽക്കുന്നു. അങ്ങനെ മീനാക്ഷിക്കാണെങ്കിൽ കുഞ്ഞിനെ കാണാതെ വല്ലാത്തൊരു വെപ്രാളം വരുന്നുണ്ട്. അവളാണെങ്കിൽ ഡോറ് തുറന്ന് പോയാലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അവിടേക്ക് കുഞ്ഞുമായിട്ട് ചന്ദ്രമോഹനും മഞ്ജിമയും വരുന്നത് കാണുന്നത്. മീനാക്ഷിക്ക് ആശ്വാസമാവുകയാണ്. അങ്ങനെ മീനാക്ഷി വേഗം തന്നെ കുഞ്ഞിനെ വാങ്ങുന്നു. ചന്ദ്രമോഹൻ കാർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പോവാമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്നും പോകുന്നു. അവർ പോകുന്നത് നോക്കിക്കൊണ്ട് മുകുന്ദനും അങ്കിതയും അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. മുകുന്ദനാണെങ്കിൽ നന്നായി തന്നെ വിഷമാവുന്നുണ്ട്. അത് അങ്കിത മനസ്സിലാക്കുകയാണ്. മുകുന്ദ് സാരമില്ല, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് മുകുന്ദുമായിട്ട് അങ്കിത പോവാൻ തയ്യാറെടുക്കുന്നു. അങ്ങനെ കാറിൽ പോകുന്ന സമയത്ത് മഞ്ജിമയാണെങ്കിൽ ചന്ദ്രമോഹനോട് ചോദിക്കുന്നുണ്ട്, അങ്കിളെ അവർക്ക് കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടോ, നമ്മുടെ കല്ലുമോളെ കണ്ട ആർക്കാ മോളെ ഇഷ്ടപ്പെടാത്തത്, എന്നാലും അവർക്ക് കുഞ്ഞിനെ മതി, നാളെ അച്ഛനാണെന്ന് പറഞ്ഞ് നെളിഞ്ഞ് നടക്കേണ്ട ആളല്ലേ മേനോൻ സാറ്. അതെന്താ മഞ്ജിമേ, ആ പറച്ചിലിൽ എന്തൊക്കെയോ ഒരു മൊന വെച്ചിട്ടുണ്ടല്ലോ. അത് വേറൊന്നുമല്ല, ചേച്ചിയോട് കണ്ട് ഒരു നന്ദി വാക്ക് പറഞ്ഞാൽ അവർക്ക് എന്താ, ചേച്ചിയാണല്ലോ ഇത്രയും കാലം കഷ്ടപ്പെട്ട് ഒരു കുഞ്ഞിനെ കൊടുത്തത്, പാലൂട്ടി വളർത്തുന്നുണ്ട്, അപ്പോൾ പിന്നെ ചേച്ചിയോട് വന്ന് നന്ദി വാക്ക് പറയാമല്ലോ. അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, കരാറിൽ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ കരാർ നോക്കിയിട്ടാണോ, ഒരു മാനുഷിക വശമൊക്കെ നോക്കിക്കോടെ, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ കുഞ്ഞിനെ അന്വേഷിച്ച് വീട്ടിൽ നിന്നും ആരും പോവരുത്, പ്രത്യേകിച്ച് മീനാക്ഷി. അതുകൊണ്ടാണ് അവർ പരസ്പരം കാണരുത് എന്ന് പറയുന്നത്. മാത്രമല്ല മേഡത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ മേഡത്തിന് പ്രശ്നം, അത് കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും തമ്മിൽ പരസ്പരം കണ്ടാൽ അത് ശരിയാവില്ല എന്നാണ് മേഡം പറയുന്നത്. അങ്ങനെയാണോ, ഇതിലിപ്പോൾ എന്താ അത്ര വലിയ കാര്യം, അതെ നീ ഒരു ഭാര്യയാവുമ്പോൾ മനസ്സിലായിക്കോളും, പെണ്ണുങ്ങളല്ലേ കുറച്ച് കുശുമ്പും അസൂയൊക്കെ ഉണ്ടാകുമെന്ന് ചന്ദ്രമോഹൻ പറയുന്നു. എന്തായാലും ഈ സമയം മീനാക്ഷിയാണെങ്കിൽ മഞ്ജിമയെ സംസാരിക്കുന്നതിൽ തടുക്കുകയാണ്. എടിയൊന്നും മിണ്ടാതിരിക്കെ, ഇങ്ങനെയൊന്നും ചോദിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, ഒരു നന്ദിയൊക്കെ ആവാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രമോഹൻ പറയുകയാണ് മീനാക്ഷിയോട്, മേഡത്തിനും അതുപോലെ സാറിനും എല്ലാവർക്കും നന്ദിയും കടപ്പാടൊക്കെ ഉണ്ട്. കാരണം സ്വന്തം ജീവിതം ത്യജിച്ചിട്ടാണല്ലോ മീനാക്ഷി ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഓരോരോ ലിമിറ്റുണ്ട് എല്ലാത്തിനും എന്നിങ്ങനെ ചന്ദ്രമോഹൻ പറഞ്ഞു നിർത്തുകയാണ്. പിന്നീട് വീട്ടിൽ വന്നതിന് ശേഷം മീനാക്ഷിയാണെങ്കിൽ വളരെ സങ്കടത്തോട് കൂടിയിട്ട് കലണ്ടറിൽ ഓരോ ഡേറ്റും റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടേക്ക് മഞ്ജിമയാണെങ്കിൽ എന്തൊക്കെയോ കഴിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് മീനാക്ഷിയോട് പറയുകയാണ്, എന്താ ചേച്ചി എന്തിനെ ഈ കലണ്ടറിൽ ഇങ്ങനെ കുത്തി വരയ്ക്കുന്നത്, എടി ഇത് കുത്തി വരയ്ക്കുന്നതല്ല, ഈ റൗണ്ട് ഇട്ടത് കണ്ടോ, ഇതൊക്കെ ഞാനും എൻ്റെ കുഞ്ഞും ഉള്ള ദിവസങ്ങൾ കഴിഞ്ഞു പോയതാണ്, ഇനി റൗണ്ട് ഇടാത്ത ദിവസങ്ങൾ മാത്രമാണ് എനിക്കും എൻ്റെ കുഞ്ഞിനും ഒപ്പം ഇരിക്കാനുള്ള അല്ലെങ്കിൽ ആഘോഷിക്കാനുള്ള ദിവസങ്ങൾ, എനിക്കെന്തോ വലിയ വിഷമം തോന്നുന്നു എന്നൊക്കെ പറയുമ്പോൾ, ചേച്ചി എന്തിനാ ഏത് സമയത്തും ഇതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, വേറെ എന്തെങ്കിലുമൊക്കെ ആലോചിക്കുക, ഇതന്നെ ആലോചിച്ചാൽ ഭ്രാന്ത് പിടിക്കുമെന്നൊക്കെ പറയുമ്പോൾ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാനും
എൻ്റെ മോളും ആ ദിവസങ്ങൾ ഇനി എണ്ണപ്പെട്ടിരിക്കുന്നു. നീ ഒരമ്മയാവുമ്പോളേ മനസ്സിലാവുള്ളൂ എന്ന് പറയുമ്പോൾ, ഓ പിന്നെ അമ്മയ്ക്ക് എന്തത്ര വലിയ പ്രത്യേകത, ഇതേ നോക്ക് വെറുതെ ഓരോ സെൻറ്റിമെൻ്റൽ ഡയലോഗൊന്നും അടിക്കലേ എന്ന് പറയുമ്പോൾ, ഇതേ നോക്ക് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം, കാരണം ഞാൻ ഇങ്ങനെ ചെയ്തതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്കോ എൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു. ഇപ്പോഴിതാ വളരെ കുറച്ച് ദിവസത്തിനകം എൻ്റെ കുഞ്ഞിനെയും നഷ്ടപ്പെടും. അവളിനി കഴിച്ചോ, പാല് കുടിച്ചോ, ഉണ്ടോ, ഉറങ്ങിയോ എന്നൊക്കെ അറിയാതെ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് കഴിയണ്ടേന്നൊക്കെ പറയുമ്പോൾ ചേച്ചിക്ക് ഭ്രാന്താണ്, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. മഞ്ജിമയാണെങ്കിൽ അത് വലിയ കാര്യമാക്കുന്നില്ല. പിന്നീട് തുളസീധരനാണെങ്കിൽ ഒരു ബ്രോക്കറെ കാണാനായിട്ട് പോവുകയാണ്. എന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, വേറെ എവിടെയെങ്കിലും നല്ലൊരു വാടക വീട് എടുക്കണം, എവിടെ സ്ഥലമായാലും കുഴപ്പമില്ല. അല്ല ഏട്ടാ, എങ്ങനത്തെ സ്ഥലമാണ് വേണ്ടത്? അയൽക്കാരൊന്നും അധികം വേണ്ട, പിന്നെ കെട്ടിക്കാൻ പ്രായമുള്ള 2 പെൺകുട്ടികൾ, സമാധാനപരമായ അന്തരീക്ഷം, വാടക എത്രയായാലും കുഴപ്പമില്ലെന്ന് പറയുന്നു. അന്വേഷിച്ചതിന് ശേഷം എന്നെ വിളിക്കണമെന്ന് പറയണം തുളസീധരൻ. എന്നിട്ട് തനിക്ക് മറ്റൊരു കാര്യം ഇന്ന് ചെയ്യാനുണ്ട്, അതുകൊണ്ട് പോയിക്കോളാനായിട്ട് പറയുന്നു. അപ്പോഴേക്കും തുളസിയുടെ ഫോണിലേക്ക് കോള് വരികയാണ്. അങ്ങനെ തുളസി പറയുന്നുണ്ട്, ഞാനിപ്പോൾ എത്താമെന്ന്. പിന്നീട് മീനാക്ഷിയാണെങ്കിൽ കുഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങുന്ന കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, എന്താടി അമ്മയുടെ കുഞ്ഞിൻ്റെ മുഖത്ത് ഒരു വാട്ടം, എന്തു പറ്റി? ഞാൻ പാലൊക്കെ തന്നതാണല്ലോ, വയറ് നിറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താ അമ്മേൻ്റെ കുഞ്ഞിന് ഒരു വിഷമം എന്നൊക്കെ ഉറങ്ങുന്ന കുഞ്ഞിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മീനാക്ഷി കുഞ്ഞിനോട് പറയുന്നുണ്ട്, അമ്മയെ പിരിയാൻ പോകുന്ന കാര്യം നീയും അറിഞ്ഞോ? അമ്മയെ പിരിയുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ? നീ ഇനി ആർക്കോ സ്വന്തമാവാൻ പോകുന്നു, അമ്മ ഇനി ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കണ്ടേ? എൻ്റെ കുഞ്ഞ് പാല് കുടിച്ചോ, എൻ്റെ കുഞ്ഞ് കളിക്കുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ച് അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയാണെങ്കിൽ ചങ്കിടറിക്കൊണ്ട് സംസാരിക്കുന്നു. ഈ സമയം അവിടേക്ക് മഞ്ജിമ വരികയാണ്. ചേച്ചി ഇത് എന്ത് കാണിച്ചുകൊണ്ടിരിക്കുക? ഉറങ്ങുന്ന കുഞ്ഞിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്താ നിനക്ക് വേണ്ടെന്ന് മീനാക്ഷിയാണെങ്കിൽ ചെറിയൊരു വെറുപ്പോട് കൂടി ചോദിക്കുന്നുണ്ട്. ഇത് നോക്ക്, വന്നേ, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. ചേച്ചി ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുക? അമ്മ എത്ര പ്രാവശ്യം വിളിച്ചു, ഞാനും വിളിച്ചു, ചേച്ചി കേട്ടില്ലേ? ഇല്ലടി, ഞാൻ കേട്ടില്ല, ഞാൻ കുഞ്ഞുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ പിന്നെ ചേച്ചി ഒന്ന് വന്നേ, ഇങ്ങനെ കഴിക്കാതിരിക്കരുതെന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് വിശക്കുന്നില്ല, നീ പോയി കഴിച്ചോ. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുഞ്ഞ് നാളെ പോയേക്കും, ചേച്ചിയെ ജീവനോടെ ഇരിക്കണമെങ്കിലേ ഭക്ഷണം കഴിക്കണം. മഞ്ജിമേ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണ്ടെന്ന്. അങ്ങനെ മീനാക്ഷിയാണ് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. കുഞ്ഞുമായിട്ട് പിരിയേണ്ടേ എന്ന് ആലോചിച്ചിട്ടാണ് അവൾക്ക് കൂടുതലും ടെൻഷൻ. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ